ഹായ് ഹലോ പ്രൈസ് ദ ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനൊരു അനുഭവസാക്ഷ്യം പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ദൈവകൃപയാൽ സൗത്ത് പസഫിക്കിൻ്റെ നേതൃത്വത്തിൽ സൗത്ത് പസഫിക് ഐലൻഡ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രോഫെറ്റിക് കൺവെൻഷനും ഒരു 3 ദിവസത്തെ കോൺഫറൻസ് വയ്ക്കാനിടയായി. അപ്പം ഓക്ലാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഐലൻഡ് കൺട്രിയിൽ, കുക്ക് ഐലൻഡ്സിൽ വെച്ചിട്ടായിരുന്നു ആ കൺവെൻഷൻ നടന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഒത്തിരി ദൈവദാസന്മാർ അല്ലെങ്കിൽ ഒത്തിരി വിശ്വാസികൾ വന്നു കൂടാനിടയായി. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US, ഫീജി, ഇവിടെ അടുത്ത പസഫിക്കിൽ തന്നെയുള്ള ഒരു കൺട്രിയാണ് ഫീജി. പിന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നത് ഇന്ത്യയിൽ നിന്ന് ബ്രദർ സാധു സുന്ദർ സെൽവരാജ് അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ഈ മീറ്റിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ സഭകളിൽ ഓരോ ആരാധന നടക്കുമ്പോഴും ഓരോ മീറ്റിംഗ് നടക്കുമ്പോഴും ബ്രേക്ക് ഉണ്ടാവുമല്ലോ. ആ ബ്രേക്കിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുക, വിശേഷങ്ങൾ പറയുക, ഇല്ലെങ്കിൽ കൊയറിൻ്റെ കുറ്റം പറയുക, വന്ന ദൈവദാസനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഇവിടെ ഞാനത് കണ്ടതേ ഇല്ല. ഓരോ ബ്രേക്കിനും 15 മിനിറ്റാണ് ബ്രേക്ക് കൊടുക്കുന്നതെങ്കിൽ ആ 15 മിനിറ്റും ഓരോരുത്തർ പരസ്പരം പ്രാർത്ഥിക്കുവാണ്, ഓരോരുത്തരുടെ ലൈഫിനെ നോക്കി അല്ലെങ്കിൽ അവരെ നോക്കി പ്രൊഫസൈസ് ചെയ്യുവാണ്, പ്രവചിക്കുവാണ് ഇതിങ്ങനെയായി തീരും. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ എൻ്റെ 2 വശത്തും ഇരിക്കുന്നത് ആൺകുട്ടികളാണ്, പ്രായം കുറഞ്ഞ ആൺകുട്ടികളാണ്. അവർ സംസാരിക്കുന്നത് വചനമാണ്. ബൈബിളിൽ ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് ഇങ്ങനെയാണ് എന്നോട് ഇടപെട്ടത്, കർത്താവ് ഇങ്ങനെയാണ് ഞാനുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഓരോരുത്തർ അടുത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ, ചെയ്ത നന്മകളെക്കുറിച്ച് സംസാരിക്കുക. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സോ ഇത് ഞാനിപ്പോൾ പറയാനുണ്ടായ കാര്യം, നമ്മുടെ എല്ലാ സഭകളിൽ, എൻ്റെ ചർച്ചിലാണെങ്കിൽ എൻ്റെ അങ്കിൾ ഓരോ മീറ്റിങ്ങിനും ബ്രേക്ക് കഴിയുമ്പോഴത്തേക്ക് പറയും, അവിടെ ഇവിടെയും ചെന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് പ്രാർത്ഥനയോടെ എല്ലാവരും പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ വന്നിരുന്ന് ആരാധിക്കണം. നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരും. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ വി ഹാവ് ടു ഹോണർ ദ ലോർഡ്. അതല്ലാണ്ട് നമ്മുടെ കുടുംബകാര്യം, നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും അല്ല നമ്മൾ എടുത്തുകൊണ്ട് വരാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിലൊരു വിശുദ്ധി ഉണ്ടാവണം. അത് ശരിക്കും നമ്മുടെ ഓരോ ചർച്ചസിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ കേൾക്കുന്നവരൊരു തീരുമാനം എടുക്കുക. ആലയത്തിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആരാധന കഴിയുന്നത് വരെ വിശുദ്ധിയോടെ കർത്താവിൻ്റെ സാന്നിധ്യം മാത്രം ആഗ്രഹിച്ച് അത് മാത്രം നോക്കിയിരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം നമ്മളെ കണ്ട് വളരുന്നൊരു തലമുറയുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ മറ്റൊരാളുടെ വിശ്വാസത്തെ ബാധിക്കാതിരിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പിന്മാറി പോകുവാൻ ഒരിട വരാതിരിക്കട്ടെ. അതിന് കർത്താവിന് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.